കോഴിക്കോടിന്റെ മണ്ണിൽ പ്രചരണത്തിന്റെ ആവേശ തിരമാലകൾ സൃഷ്ടിക്കാനായി ഭാരതത്തിന്റെ കരുത്തുറ്റ ആഭ്യന്തരമന്ത്രി ബിജെപിയുടെ മുൻ ദേശീയ അധ്യക്ഷൻ രാഷ്ട്രീയ ചാണക്യൻ സമാനതകളില്ലാത്ത പോരാളി അമിത്ഷാ ഇതാ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാഹനത്തിൽ നിന്നും അല്പസമയത്തിനകം പുറത്തേക്ക് ഇറങ്ങും. അതിനുശേഷം പ്രത്യേകം സജ്ജീകരിച്ച വാഹനത്തിൽ അദ്ദേഹം NDA സ്ഥാനാർത്ഥികൾക്കൊപ്പം ഈ പ്രൗഢഗംഭീരമായ ആവേശോജ്വലമായ റോഡ് ഷോയിൽ അണിനിരക്കും. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ റോഡ് ഷോയിൽ ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ റോഡിന് ഇരുവശങ്ങളിലും അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും ഒക്കെ വലിയ നീണ്ട നിര തന്നെ കാണാം. ഇതാ അമിത്ഷാ കോഴിക്കോടിന്റെ മണ്ണിൽ, ബേപ്പൂരിന്റെ ചരിത്രമുറങ്ങുന്ന മണ്ണിൽ ഇതാ ഭാരതത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അദ്ദേഹത്തിനൊപ്പം ബേപ്പൂരിലെ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പ്രകാശ് ബാബു, മറ്റ് നേതാക്കളെ നമുക്ക് കാണാൻ സാധിക്കുന്നു. റോഡിന് ഇരുവശത്തും അമ്മമാരുടെയും സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും ഒക്കെ വലിയ നീണ്ട നിര തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. റോഡ് ഷോ ആരംഭിക്കുന്നു. വലിയ പ്രതിസന്ധികൾക്കും വലിയ രീതിയിലുള്ള വീഴ്ചകൾക്കും നടുവിൽ വട്ടം ചുറ്റുന്ന കേരള ആഭ്യന്തരമന്ത്രിക്ക് ഒരുപക്ഷെ കണ്ടുപഠിക്കാം. രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയായ മാവോയിസ്റ്റ് ഭീകരവാദികളെ മുട്ടുകുത്തിച്ച രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ഇതാ കേരളത്തിൻ്റെ മണ്ണിൽ, ബേപ്പൂരിൻ്റെ ചരിത്രമുറങ്ങുന്ന മണ്ണിലോടുകൂടി ഒരുപക്ഷെ BJP പ്രവർത്തകരെ എത്രത്തോളം, കേരളത്തിലെ BJP പ്രവർത്തകരെ എത്രത്തോളം കേന്ദ്ര നേതൃത്വവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിക്കുന്നു എന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട നേർസാക്ഷ്യമാണ് ഇത്തരം ദൃശ്യങ്ങൾ. അസമിലെയും ബംഗാളിലെയും ഒക്കെ തിരക്കിട്ട പ്രചരണങ്ങൾക്കിടയിൽ രാജ്യത്തിൻ്റെ പ്രധാന സേവകൻ ഇന്നലെ തെക്കൻ കേരളത്തിൽ വലിയ ആവേശം സൃഷ്ടിക്കാനായി ഓടിയെത്തിയിരുന്നു. അതിനുശേഷം ഇതാ ഇന്ന് വടക്കൻ കേരളത്തിൽ ആവേശം വലിയ രീതിയിൽ തന്നെ ഉയർത്തിക്കൊണ്ട് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ റോഡ് ഷോ പങ്കെടുക്കുകയാണ്. ഒരുപക്ഷേ
അണികളിൽ എത്രത്തോളം വലിയ ആവേശമുണ്ട് എന്ന് ഈ ദൃശ്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. NDAയുടെ ബേപ്പൂരിലെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പ്രകാശ് ബാബു, BJPയുടെ കോഴിക്കോട് സിറ്റി ജില്ലാ അധ്യക്ഷൻ കൂടിയായ പ്രകാശ് ബാബു അമിത്ഷായ്ക്കൊപ്പം വർദ്ധിതാവേശത്തോടുകൂടി അണികളെ ചുറ്റും തടിച്ചുകൂടിയ സാധാരണക്കാരെ, ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ബേപ്പൂരിന്റെ മണ്ണിലൂടെ ഇതാ റോഡ് ഷോയായി മുന്നോട്ട് പോവുകയാണ്.